ഹായ് ഓൾ, നിങ്ങളെപ്പോലെ തന്നെ ഇപ്പോൾ ഈ തമ്മനയിൽ കാണുന്ന പെൺകുട്ടിയെ എനിക്കും വലിയ പരിചയമില്ലായിരുന്നു ഇന്നലെ വരെ. ഇന്നലെ ഇൻസ്റ്റാഗ്രാം മൊത്തം ഈ പെൺകുട്ടി മരിച്ചതായിട്ട് ഒരു വാർത്ത കണ്ട് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. സെർവിക്കൽ ക്യാൻസർ മൂലം പൂനം പാണ്ഡെ എന്ന മോഡലും അത്യാവശ്യം ബോളിവുഡ് സിനിമകളിൽ മുഖം കാണിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് മരണപ്പെട്ടിരിക്കുന്നു. 32 വയസ്സേ ഉള്ളൂ. അപ്പോൾ സെർവിക്കൽ ക്യാൻസർ എന്താണെന്ന് നോക്കി, കുട്ടിക്ക് എന്താ പറ്റിയെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്തു. അന്നേരം മോഡലാണെന്ന് മനസ്സിലായി. പുള്ളിക്കാരിയുടെ പിന്നെ ഒരുപാട് ഇൻസ്റ്റാ റീലുകൾ ഇതിൻ്റെ പേരിൽ സങ്കടം വരുന്ന ബീജമൊക്കെ ഇട്ട് ഇങ്ങനെ പ്രചരിക്കാൻ തുടങ്ങി. അതിന് താഴെ ഒത്തിരി പേര് ഇങ്ങനെ ആദരാഞ്ജലികളൊക്കെ അർപ്പിച്ചു. ഇത്രയും പെട്ടെന്ന് ഒരാളുടെ മരണം എന്ന് വെക്കുമ്പോൾ നമുക്ക് ചെറുപ്പത്തിൽ ഇത്ര ഒരു നല്ലൊരു പെൺകൊച്ച് മരിച്ചല്ലോ എന്നൊക്കെ ഓർത്ത് ഞാനും ഇങ്ങനെ വിഷമിച്ചു. ഇന്ന് രാവിലെ അത് സെർവിക്കൽ ക്യാൻസറിൻ്റെ അവയർനെസ് ആയിട്ടുള്ള അതിന് അവയർനെസ് കൊടുക്കാൻ വേണ്ടി അവർ തെറ്റായ മരണവാർത്ത നൽകിയതാണെന്നും പറഞ്ഞ് ഇന്ന് രാവിലെ ഇപ്പോൾ ഇൻസ്റ്റയിൽ ഒരു വാർത്ത പുള്ളിക്കാരി തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം മരണവാർത്ത തെറ്റായ രീതിയിൽ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ചെയ്യായിരുന്നു, ഒരു തംബ്നെയിൽ കൊടുക്കുക, ഈ പുള്ളിക്കാരത്തെ മരിച്ചതായിട്ട് തംബ്നെയിൽ കൊടുത്തിട്ട് അത് ക്ലിക്ക് ചെയ്യുമ്പം ഞാൻ മരണപ്പെട്ടിട്ടില്ല, സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ച് അവർക്ക് അന്നേരം ബോധവൽക്കരണം കൊടുക്കാം, ഇങ്ങനെയൊക്കെ നമുക്ക് വരാം, അത് സ്ത്രീകളിൽ കാണുന്ന കാര്യമാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ വേണേൽ പറഞ്ഞു കൊടുക്കാമായിരുന്നു. അതായത് ഒരു തംബ്നെയിൽ കൊടുത്തിട്ട് ആ വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവർ മരിച്ചിട്ടില്ലെന്ന് അവർക്ക് അന്നേരം തന്നെ പറഞ്ഞിട്ട് ചെയ്യാമായിരുന്നു. പക്ഷേ ഇത് ഒരു ഫുൾ ഡേ മൊത്തം താൻ മരണപ്പെട്ടതായിട്ട് ആളുകളിൽ പ്രചരിപ്പിച്ചിട്ട് ഇപ്പോൾ അതങ്ങനല്ല, അവയർനെസ് കൊടുത്തതാണെന്ന് പറയുന്നു. പക്ഷെ ഇത് പിന്നീട് എന്നാ പറ്റുന്നതെന്ന് വെച്ചാൽ, കാര്യം ഇവർ മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഞാനും പോയി ഈ ക്യാൻസറിനെ കുറിച്ച് അന്വേഷിച്ചു. പക്ഷേ ഇതൊരു തെറ്റായ പ്രവണതയാണ്, തെറ്റായ ഒരു ഇൻഫോർമേഷനാണ് നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ പല കാര്യങ്ങൾക്കും ഈ ഒരു സ്റ്റൈൽ എല്ലാവരും പിന്തുടരും. ഇത് പ്രമുഖരായിട്ടുള്ള വ്യക്തികളുടെ മരണവാർത്ത കൊടുത്ത് ഒരു ദിവസം മുഴുവൻ ഇതുപോലെ ഓളം സൃഷ്ടിച്ചിട്ട് പിന്നീട് അത് എന്തിൻ്റെയായാലും ഒക്കെ ഒരു അവയർനെസ് പ്രോഗ്രാം ആയിരുന്നു, അല്ലെ ബോധവൽക്കരണമായിരുന്നു എന്നുള്ള രീതിയിൽ ഈ ഒരു സ്റ്റൈൽ പിന്തുടരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനെതിരെ കേസെടുക്കണം. കാരണം ആത്മഹത്യ ശിക്ഷാർഹമാണെങ്കിൽ ഇങ്ങനെയുള്ള വാർത്ത പ്രചരിക്കുന്നതിനെയും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാക്കും. ഇതിനെതിരെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ഇതുപോലുള്ള കാര്യങ്ങൾക്കെതിരെ കേസ് വേണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം.